നമസ്കാരം. 2025 വർഷഫലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വർഷഫലത്തിൽ തിരുവോണം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ജ്യോതിഷ സംബന്ധമായി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. തിരുവോണം നക്ഷത്രക്കാർക്ക് 2025 കർമ്മരംഗത്ത് വളരെ അനുകൂലമായി ഗുണഫലങ്ങൾ ലഭിക്കുന്ന വർഷം തന്നെയാണ്. നേട്ടങ്ങളും അംഗീകാരങ്ങളും ധനലാഭങ്ങളും ബിസിനസ്സിൽ ഉയർച്ചയും ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും 2025. സുഹൃത്തുക്കളിൽ നിന്നും നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സൗഹൃദങ്ങളിൽ ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ആദ്യ 6 മാസത്തിനുള്ളിൽ ഉണ്ടാകും എന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് മുന്നിൽ നിന്ന് അടുത്തൊരു 6 മാസം കഴിയുമ്പോൾ ആദ്യ പകുതിക്ക് ശേഷം അത് മാറുകയും തുടർന്ന് വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുവാനും സാധിക്കും. പൊതുപ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് അംഗീകാരങ്ങളും ബഹുമാനങ്ങളും ഉണ്ടാകും. എന്നാൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സംസാരം മൂലമാണ് പ്രശ്നമുണ്ടാകുന്നത്. കൂടുതലും അപവാദങ്ങൾ പറയുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തി അതൊരു പുരുഷനാണ് എന്നുണ്ടെങ്കിൽ സ്ത്രീകളുമായിട്ടുള്ള സംസാരം സൂക്ഷിക്കുക. തിരിച്ച് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തി സ്ത്രീയാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ പുരുഷന്മാരുമായിട്ടുള്ള സംസാരം വളരെയധികം സൂക്ഷിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് എതിരായി സംസാരിക്കുവാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ തന്നെയുണ്ട്. കൂടെ നിൽക്കുന്ന വ്യക്തികളെ വിശ്വസിക്കാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പ്രവർത്തനങ്ങളിൽ അലസത, മടി, ഉറക്കത്തൂക്കം, എല്ലാ കാര്യങ്ങളും നാളത്തേക്കെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ഒരവസ്ഥ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. സൂക്ഷിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ, നേട്ടങ്ങൾ ഉണ്ടാകുവാൻ സാധിക്കുകയുള്ളൂ. ഒരുപാട് വിജയങ്ങൾ കൈവരിക്കുവാൻ വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടി വരിക തന്നെ ചെയ്യും. ദാമ്പത്തിക ജീവിതത്തിൽ നിലനിന്നിരുന്ന വിഷമങ്ങൾ മാറുകയും സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഈ ഒരു വർഷം കഴിയും. സന്താനങ്ങളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. കുടുംബത്തിൽ സൗഖ്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. മാനസികപരമായ സംതൃപ്തി ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി ഈശ്വര നാമജപം വളരെ നല്ലത് തന്നെയായിരിക്കും. മംഗളകർമ്മങ്ങൾ കുടുംബത്തിൽ നടക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. താൽക്കാലികമായി അതായത് ഡെയിലി വേക്കൻസായിട്ടൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളുടെ നിങ്ങളുടെ കഴിവിൽ അവർ ബഹുമാനം ഉണ്ടാകുകയും നിങ്ങളുടെ ജോലി സ്ഥിരപ്പെടുത്തുവാനും സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു. കൂടുതലും പ്രൈവറ്റ് മേഖലയിൽ ഡെയിലി വേക്കൻസായിട്ടൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികൾക്ക് അവർക്കൊരു സ്ഥിര പോസ്റ്റ് ലഭിക്കുകയും ശമ്പള വർധന ഉണ്ടാകാനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. പ്രവൃത്തികളിലെല്ലാം വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. കുടുംബത്തിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങളെ മറികടന്ന് കുടുംബത്തിലെ എല്ലാ വ്യക്തികളെയും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുക തന്നെ ചെയ്യും. പരീക്ഷകളിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. നിങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകാനും ഈ ഒരു വർഷം കഴിയും. ആരോഗ്യപരമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് ഒരു മാറ്റം വരുന്നതിനും നിങ്ങളുടെ ദോഷങ്ങൾ മാറുന്നതിനും ഗുണങ്ങൾ നേടുന്നതിനും വേണ്ടി നിങ്ങൾ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക. ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതമെടുത്ത് നീരാഞ്ജനം അർപ്പിക്കുകയും നെയ്വിളക്ക് അർപ്പിക്കുകയും എള്ളുപായസം അർപ്പിക്കുകയും എല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും.